നിനക്കായി ഭാഗം 15 തുടരുന്നു. ജീവന്റെ സർജറി കഴിഞ്ഞ് ഏതാണ്ട് 24 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. റൂമിലേക്ക് മാറ്റിയതിനു ശേഷം എല്ലാവരും കാത്തിരിക്കുകയാണ് അവൻ കണ്ണു തുറക്കുന്നതും കാത്ത്. എല്ലാവരുടെയും മുഖത്ത് നല്ല രീതിക്ക് ടെൻഷനുണ്ട്. കണ്ണു തുറക്കുമ്പോൾ അവൻ ആദ്യം തിരക്കുന്ന വ്യക്തിയെ പറ്റിയായിരുന്നു ആ ചിന്ത മുഴുവൻ. നിധിയെ പറ്റിയുള്ള അവന്റെ ചോദ്യത്തിന് മറുപടി നൽകാൻ കഴിയുമോ എന്ന്. സുചിത്ര തളർന്ന് ജീവന്റെ അരികിലുണ്ട്. അവർക്കരികിൽ തന്നെ അനന്യയുമുണ്ട്. ആ കാഴ്ച കണ്ടു വന്ന സാം തളർന്നിരിക്കുന്ന സുചിത്രയെ പുച്ഛത്തോടെ നോക്കി. തളർന്ന അവസ്ഥയിൽ പോലും അവരറിയുന്നുണ്ടായിരുന്നു തന്റെ ഭർത്താവ് തനിക്ക് നേരെ നീട്ടുന്ന അവഗണന. അമ്മായി നോക്ക്, ജീവേട്ടൻ കണ്ണു തുറക്കുന്നു. സന്തോഷത്തോടെയുള്ള അനന്യയുടെ വാക്കുകൾ കേട്ടിരുന്നു. എല്ലാവരും അവനെ നോക്കി. ശരിയാണ്, ജീവൻ തന്റെ കണ്ണുകളെ തുറക്കാൻ പതിവ് ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും നഴ്സ് ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്നിരുന്നു. ഡോക്ടർ അവർക്കരികിൽ വന്നു. ജീവൻ ഡൂൺ പറയും, താൻ ഓക്കെയാണ്. ജീവൻ പതിയെ ഡോക്ടറെ നോക്കി. എന്നിട്ട് ഞാൻ ഇവിടെ എനിക്ക് കൂണ്ടാവും. നോക്ക്, ജീവന്റെ ഫാമിലി എല്ലാവരെയും തനിക്ക് മനസ്സിലായോ നോക്ക്. ഡോക്ടർ എല്ലാവരെയും ചൂണ്ടിക്കാണിച്ചു. എന്നാൽ എല്ലാവരെയും നോക്കി ചെറു പുഞ്ചിരി വിടർത്താൻ അവൻ ശ്രമിക്കുമ്പോഴും അവന്റെ കൂടെയുള്ള പലരെയും അവന് മനസ്സിലാകുന്നില്ല എന്ന്. അവന്റെ സുഹൃത്തുക്കൾ പോലും അവൻ തിരിച്ചറിഞ്ഞില്ല. അവർ വേദനയോടെ കാത്തിരുന്നത് അവൻ നിധിയെ തിരക്കുന്ന നിമിഷങ്ങളെ ആയിരുന്നു. എന്നാൽ നിമിഷങ്ങൾ കഴിഞ്ഞു പോകും തോറും എല്ലാവർക്കും മനസ്സിലായിരുന്നു അവന്റെ ചുണ്ടുകൾ നിധിയെ അന്വേഷിക്കുന്നില്ലായിരുന്നു. അത് പലരിലും സന്തോഷം നിറച്ചുവെങ്കിലും സായി അത് കണ്ണീരോടെയായിരുന്നു ആ സത്യത്തെ ഉൾക്കൊണ്ടത്. ഡോക്ടർ പറഞ്ഞത് സത്യമാകുന്നു. ജീവനിൽ ഓർമ്മക്കുറവ് സംഭവിച്ചിരിക്കുന്നു. ജീവൻ അവന്റെ നിധിയെ മറന്നിരിക്കുന്നു. രംഗം 2. ഡാമറ്റ്. അതർ ദേഷ്യത്തോടെ ശക്തിയിൽ മുന്നിലുള്ള ടേബിളിൽ അടിച്ചുകൊണ്ട് സ്ക്രീനിൽ കൂടെ ബെഡിൽ വെറും നിലത്തിരിക്കുന്ന നിധിയെ നോക്കി. അവൾ വന്നിട്ട് ഏതാണ്ട് ഒരു ദിവസം കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ നിമിഷം വരെ ഒരു തുള്ളി വെള്ളം കുടിക്കാനോ ഇട്ടിരിക്കുന്ന വസ്ത്രം മാറാൻ അവൾ തയ്യാറായിട്ടില്ല. പല്ലുകൾ കടിച്ചുകൊണ്ട് അവൻ കുറച്ചു നേരം കൂടി അവിടെ നിൽക്കി നിന്നു. എന്നിട്ട് ദേഷ്യത്തിൽ എഴുന്നിട്ട് നിധിയുള്ള റൂം ലക്ഷ്യമാക്കി നടന്നു. തന്നെ മുട്ടിൽ മുഖം പൂഴ്ത്തി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിധി. പെട്ടെന്നാണ് താൻ വായുവിൽ പൊങ്ങുന്നത് മനസ്സിലായ നിധി എന്താണ് നടക്കുന്നതെന്ന് നോക്കുന്നത്. അഥർവിൻ്റെ ദേഷ്യത്തോടെയുള്ള മുഖമാണ് ആദ്യം അവളുടെ കണ്ണുകളിൽ പതിഞ്ഞത്. അവൻ്റെ കൈകളിലാണ് താൻ എന്ന് മനസ്സിലായത്. അവൾ കുതറാൻ നോക്കി. പ്ലീസ് വിടെന്നെ, ഹെൽപ്പ് മീ പ്ലീസ്. അവൾ ശക്തമായി അവനിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അഥർവ് അതൊന്നും കാര്യമാക്കാതെ അവളെ ബെഡ്റൂമിൽ കൊണ്ടു നിർത്തി. എന്നിട്ട് ഷവർ ഓൺ ചെയ്തുകൊണ്ട് അവളെ ശക്തമായി ഭിത്തിയിലേക്ക് ചേർത്തു. വെള്ളം ഇരുവരെയും നനച്ചുകൊണ്ട് ഒഴുകിയിറങ്ങി. ശരീരം നനയുമ്പോൾ വല്ലാതെ തണുക്കുന്നുണ്ടായിരുന്നു നിധിക്ക്. എന്നാൽ അവളെ അപ്പോൾ അതൊന്നും ബാധിച്ചില്ല. അവനിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന കൈകൾ ബലത്തിൽ മുറുക്കിക്കൊണ്ട് 10 മിനിറ്റ് അതിനുള്ളിൽ നീ പുറത്തുണ്ടായിരിക്കണം. അഥർവ് ദേഷ്യത്തോടെ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? എന്നെ കൊല്ലൂ. എന്നെ താൻ കൊല്ലും. നിധി അവനെ നേരെ വീറോടെ ചീറി. എന്നെക്കൊണ്ട് ദേഷ്യം കൺട്രോൾ ചെയ്തവൻ പറഞ്ഞു. എന്നിട്ട് വല്ലാത്തൊരു ചിരിയോടെ, നിനക്കിനി ഒരു തിരിച്ചുപോക്കില്ല. അല്ല, പോകാൻ വല്ല ആഗ്രഹവും ഉണ്ടെങ്കിൽ അതിനു മുന്നേ നിന്റെ ജീവനെ ഞാൻ കാലക്കുരുക്കി അയച്ചിരിക്കും. അഥർവാണ് പറയുന്നത്, അതെന്നെക്കൊണ്ട് ചെയ്യിക്കരുത് കേട്ടോ. നിധിയുടെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് പല്ല് കടിച്ചവൻ പറഞ്ഞു. നിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും. അവൻ പിടിച്ച കവിളുകൾ വേദനിക്കുന്നുണ്ടെങ്കിൽ പോലും നിധി ആ വേദനയെ കാണിച്ചില്ല. കാരണം അവൻ പറഞ്ഞ വാക്കുകൾ കുടുങ്ങിക്കിടക്കുകയായിരുന്നു.